നമസ്കാരം. ന്യൂസ് 3യിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നും പ്രേക്ഷകർക്കായി അതിഥിയും അറിവുകളും ഒക്കെയുണ്ട്. അതിലേക്കൊക്കെ വരുന്നതിന് മുൻപ് ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഇതാ റിയൽ കേരള സ്റ്റോറി. പ്രണയത്തിന് മതം വിലങ്ങുതടിയായപ്പോൾ കേരളത്തിൽ അഭയം തേടി ജാർഖണ്ഡ് സ്വദേശികൾ. മുഹമ്മദ് ഗാലിബും ആശാവർമ്മയും കായംകുളത്ത് വിവാഹിതരായി. ലവ് ജിഹാദ് ആരോപിച്ച് ജാർഖണ്ഡിൽ കടുത്ത പ്രതിഷേധം. ദമ്പതികൾക്ക് സംരക്ഷണമൊരുക്കി കേരള പോലീസ്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിലെ ദുരൂഹത നീക്കാൻ പോലീസ്. അഫാനെ വിശദമായി ചോദ്യം ചെയ്യും. അമ്മ ഷെമിയിൽ നിന്നും വിവരങ്ങൾ ചോദിച്ചറിയും. കൊലപാതകങ്ങൾക്കിടെ പ്രതി ബാറിലെത്തി മദ്യപിച്ചതായി സൂചന. അഫാന്റെ വീട്ടിലേക്ക് പോകുന്ന ഫർസാനയുടെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് ന്യൂസ് 18. ആശാ വർക്കർമാർക്കെതിരെ അധിക്ഷേപം തുടർന്ന് CPM നേതാക്കൾ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്നത് ഈർക്കിൽ സംഘടനയെന്ന് പരിഹാസം. എളമരം കരീമിനെ പിന്തുണച്ച LDF കൺവീനർ TP രാമകൃഷ്ണൻ. സർക്കാരിനെ വിമർശിച്ച CPI നേതാവ് KK ശിവരാമൻ. ആശാ വർക്കർമാരുടെ സമരം ഏറ്റെടുക്കാൻ കോൺഗ്രസ് രംഗത്ത്. പതിമൂന്നുകാരന് പിതാവിന്റെ ക്രൂരമർദ്ദനം. സംഭവം പത്തനംതിട്ട കൂടലിൽ. CCTV ദൃശ്യങ്ങൾ പുറത്ത്. പിതാവ് ലഹരിക്ക് അടിമയെന്ന് സൂചന. തിരുവനന്തപുരം വെള്ളനാട് 10 വയസ്സുകാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് കുളക്കോട് സ്വദേശി ദിൽഷിത. മൃതദേഹം കണ്ടത് വീട്ടിലെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ. സിനിമാ തർക്കം ഒത്തുതീർപ്പിലേക്ക്. സംഘടനകൾക്ക് വഴങ്ങി ആന്റണി പെരുമ്പാവൂർ. സുരേഷ് കുമാറിനെതിരായ FB പോസ്റ്റ് പിൻവലിച്ചു. എമ്പുരാനെതിരെ പ്രതികാര നടപടിയെന്ന് ചേംബർ. കോഴിക്കോട് നിയമ വിദ്യാർത്ഥിനിയുടെ മരണത്തിൽ ദുരൂഹത നീങ്ങുന്നില്ല. ആൺസുഹൃത്തിനായി അന്വേഷണം ഊർജിതം. പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ ആൺസുഹൃത്തിന്റെ പക്കലെന്ന് മൊഴി. ദേശീയ മാധ്യമത്തിന് ശശി തരൂർ അനുവദിച്ച പോഡ്കാസ്റ്റിന്റെ പൂർണ്ണരൂപം പുറത്ത്. വികസനത്തിന്റെ വളർച്ച കേരളത്തിൽ പോരെ, തന്നെ എതിർക്കാൻ സ്വന്തം പാർട്ടിയിൽ പോലും ആളുകളുണ്ട്. പ്രതിപക്ഷത്തായാലും ഭരണപക്ഷത്തായാലും നാട് നന്നാകണമെന്നതാണ് ആവശ്യമെന്നും ഡോക്ടർ ശശി തരൂർ. என்னுடைய தோழர்கள் தோழிகள் எல்லாருக்கும் என்னுடைய வணக்கம் வணக்கம் வணக்கம். പണമുണ്ടാക്കാൻ രാഷ്ട്രീയത്തിലിറങ്ങുന്നവരെ തൂത്തെറിയണമെന്ന് ദളപതി വിജയ്. മഹാബലിപുരത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിന് തുടക്കം കുറിച്ച VTK മഹാസമ്മേളനം. സ്റ്റാലിനെയും മോദിയെയും ലക്ഷ്യമിട്ട് ഗെറ്റ് ഔട്ട് ക്യാമ്പയിൻ. അമേരിക്കൻ പൗരത്വം കാത്തിരിക്കുന്ന ഇന്ത്യക്കാർക്ക് ട്രംപിന്റെ ഷോക്ക്. പുതിയ പൗരത്വ പദ്ധതി പ്രഖ്യാപിച്ചു. 44 കോടി നൽകിയാൽ ഗോൾഡ് വിസ. ആഴ്ചകൾക്കുള്ളിൽ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിക്കുമെന്ന് ട്രംപ്. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. ഏറ്റവും നമ്മുടെ രാഷ്ട്രീയ വാർത്തകൾക്കപ്പുറം നമ്മുടെയൊക്കെ മനസ്സിനെ വല്ലാതെ ഉലയ്ക്കുന്ന നിരവധി വാർത്തകൾ, പ്രത്യേകിച്ച് ചെറിയ കുട്ടികളുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ. ഇപ്പോൾ തന്നെ വെള്ളനാട് നിന്നും 10 വയസ്സുകാരുടെ മരണമടക്കമുള്ള വാർത്തകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മളത് വല്ലാതെ അലട്ടുന്നുമുണ്ട്. പല പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മളൊക്കെ ആലോചിച്ചിട്ടുണ്ടാകും, നമ്മളെ ജഡ്ജ് ചെയ്യാതെ ആരെങ്കിലും ഒന്ന് നമ്മളെ കേട്ടിരുന്നെങ്കിൽ എന്ന്. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ, അങ്ങനെ ഒരിടമുണ്ടായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ ഈ കേൾക്കുന്ന പല കുറ്റകൃത്യങ്ങളും ഉണ്ടാകില്ലായിരുന്നു എന്ന് തോന്നുന്നു. പല ആത്മഹത്യകളും ഒഴിവാക്കാമായിരുന്നു. അങ്ങനെ എല്ലാവർക്കുമായി ഒരാളുണ്ട്, ഒരിടമുണ്ട് തിരുവനന്തപുരത്ത്. ഇന്ന് നമ്മുടെ അതിഥി നിയമ അധ്യാപികയും ടെലിവിഷൻ അവതാരകയുമായ ഡോക്ടർ അമൃത സതീശനാണ്. ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. അമൃത, ന്യൂസ് 3യിലേക്ക് സ്വാഗതം. താങ്ക് യു സോ മച്ച്.
അമൃത, നമ്മൾ സംസാരിക്കുന്നത് നമുക്ക് അവിടെ നിന്ന് തന്നെ തുടങ്ങാം. നമുക്ക് വെളിയിലോട്ടൊന്നും പോകണ്ട. കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് ചെറിയ കുട്ടികളുമായി ബന്ധപ്പെട്ട് ക്രൈമിലൊക്കെ വരുന്നത് പലപ്പോഴും മൈനറായിട്ടുള്ള കുട്ടികളാണ്. അപ്പം നമ്മൾ എന്ത് തുടങ്ങുമ്പോഴും കുട്ടികളിൽ നിന്ന് തുടങ്ങണം, പുതിയ തലമുറയിൽ നിന്ന് തുടങ്ങണമെന്നൊക്കെ പറയുമ്പോഴും അവിടെ സംഭവിക്കുന്നത് ഇതൊക്കെയാണ്. അപ്പോൾ അവിടെ അവരെ കേൾക്കാൻ ആരുമില്ല. പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ട് അവരെ കേൾക്കാൻ ആരുമില്ലേ, ഇവർക്കൊന്ന് സംസാരിക്കാൻ ആരുമില്ലായിരുന്നു എന്നൊക്കെ. എന്താണ് അമൃതയ്ക്ക് തോന്നുന്നത്? അല്ലെ, പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഈ സ്റ്റുഡിയോയിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പ് ഈ വെള്ളനാട് ഈ മരണപ്പെട്ട കുട്ടിയുടെ തൊട്ടടുത്തുള്ള ഒരാളുടെ ഫോൺ കോൾ കേട്ടിട്ടാണ് ഞാനിവിടെ കയറുന്നത്. അപ്പം ഞാൻ പറയുകയും ചെയ്തു, വല്ലാതെ അസ്വസ്ഥപ്പെട്ടാണ് വീണ്ടും വന്നത്. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് നമ്മളെല്ലാവരും കേൾക്കുന്ന ഒരുപാട് വാർത്തകൾ ഇത്തരത്തിലുള്ളതാണ്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ കൂടി കാര്യമാകുമ്പോൾ കുറച്ചധികം നമുക്ക് വേദനയുണ്ടാവും. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെയാണ് ഈ കേൾക്കാൻ, അല്ലെങ്കിൽ അവർക്കത് പറയാൻ ഒരാളുണ്ടായിരുന്നില്ലേ, അതൊരു വലിയ ചോദ്യമാണ്. അത് ചെറിയവർക്കെന്നല്ല, വലിയ മുതിർന്നവർക്കും അതേ പ്രശ്നമുണ്ട്. നമ്മളെ കേൾക്കണം, അല്ലെങ്കിൽ നമ്മളെ ജഡ്ജ് ചെയ്യാതെ, അല്ലെങ്കിൽ നമ്മളെ പൂർണ്ണമായി അത് നമ്മളെന്താണെന്നൊന്നും ഒരു മുൻവിധികളും ഇല്ലാതെ ആരെങ്കിലും കേൾക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യരുമില്ല. വളരെ ചുരുക്കം ചില മനുഷ്യർക്കാണ് ഒന്നും ആരോടും അങ്ങനെ എൻ്റേതായതൊന്നും ആരും അറിയരുത് എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ വളരെ ചുരുക്കമാണ്. അങ്ങനെ ഉള്ളവർക്ക് പോലും ജീവിതത്തിലെ ചില പ്രത്യേക ഒരു ഘട്ടത്തിൽ അത്തരം തോന്നലുണ്ടാവാറുണ്ട്, നമുക്ക് സംസാരിക്കാനൊരിടം വേണം എന്നൊരു കാര്യം. എനിക്ക് എൻ്റെ ഈ ഒരു ഐഡിയയുടെ തുടക്കം എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ചുറ്റിനും നടക്കുന്ന കാര്യങ്ങൾ അസ്വസ്ഥപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ അത് വ്യക്തിപരമായി ഞാൻ അനുഭവിച്ചപ്പോഴാണ് ഈ പറയുന്ന പോലെ ഒരു ആവശ്യം ഉണ്ടെന്ന് തോന്നിയത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേൾക്കുന്നത്, അല്ലെങ്കിൽ ഇതിനു മുമ്പ് രക്ഷിതാവിൻ്റെ കാര്യം നമ്മളൊരു വാർത്ത ഇപ്പം തന്നെ നിങ്ങൾ തന്നെ സംപ്രേഷണം ചെയ്യുന്നുണ്ടായിരുന്നു. ലഹരിക്ക് അടിമയായി, അല്ലെങ്കിൽ അങ്ങനെ ഒരു രക്ഷിതാവ് കുട്ടിയോട് ചെയ്യുന്ന കാര്യമൊക്കെ. ഇവിടെ എല്ലാം ഒരു വർത്തമാനത്തിൻ്റെ സ്പേസ് എവിടെയോ കുറഞ്ഞു പോകുന്നുണ്ടെന്നുള്ളത് സത്യം തന്നെയാണ്. അങ്ങനെയുള്ള സ്പേസുകൾ വേണം. അത് കൂടുതൽ അവരവരുടെ വീടുകൾക്കുള്ളിലാണെങ്കിൽ അതായിരിക്കും ഏറ്റവും മനോഹരം. അതെ അമൃത, എപ്പോഴും നമ്മൾ പുതുതായി എന്ത് തുടങ്ങാം, എപ്പോഴും നമ്മളിങ്ങനെ ആലോചിക്കുമല്ലോ, എന്തെങ്കിലും ഒരു പുതിയ ഐഡിയ ആയിരിക്കണം നമ്മൾ ചെയ്യുന്നത് എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കാറുണ്ട്. അപ്പോൾ കേൾക്കാൻ ഒരിടം എന്ന് പറയുമ്പോൾ തന്നെ അത് നമ്മൾ ഇതുവരെ അങ്ങനെ കേട്ടിട്ടില്ല. കാരണം സംസാരിക്കാൻ ഒരു അവസരം കൊടുക്കുക, നേരത്തെ പറഞ്ഞ മുൻവിധി ഇല്ലാതെ അത് കേൾക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിന് നമുക്ക് പൈസ കൊടുത്ത് ആരെയും വെക്കാൻ പറ്റില്ല, അത് നമുക്കേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഐഡിയ തോന്നിയപ്പോൾ, അതും കേരളത്തിൽ നടപ്പാക്കാം എന്നൊക്കെ തോന്നിയപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മനസ്സിലേക്ക് വന്നതുണ്ടോ? ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ പറഞ്ഞ പോലെ എനിക്ക് എൻ്റെ കുട്ടിക്കാലത്തെ അനുഭവത്തിൽ നിന്നാണ് അന്നൊന്നും അത് മനസ്സിലായിരുന്നില്ല. പക്ഷെ വളരെ മുതിർന്നതിന് ശേഷം പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും എന്നെ കേൾക്കാതെ പോയതിൻ്റെ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ആരെങ്കിലും വേണമായിരുന്നു, ഒരു ഷോൾഡർ, അല്ലെങ്കിൽ എന്നെ ജഡ്ജ് ചെയ്യാതെ, അല്ലെങ്കിൽ ഒരു മുൻവിധിയുമില്ലാതെ എന്നെ കേൾക്കാൻ ഒരാൾ വേണമായിരുന്നു എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് ഞാൻ മുമ്പും പറഞ്ഞ പോലെ അച്ഛനും 2 മക്കളുമായി വളർന്ന വീടാണ് എൻ്റേത്. അപ്പോൾ എൻ്റെ വീട്ടിൽ മറ്റൊരു ബുദ്ധിമുട്ടുകളും എനിക്ക് ഉണ്ടായിട്ടില്ലെങ്കിലും ഈ പറഞ്ഞതുപോലെ സംസാരിക്കാൻ, അല്ലെങ്കിൽ എന്നെ കേൾക്കാൻ ഒരാളുണ്ടായിരുന്നില്ല എന്നുള്ളത് എന്നെ ബാധിച്ചിരുന്നൊരു പ്രശ്നമാണെന്ന് ഞാൻ പിന്നീട് പലപ്പോഴും ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന പോലെ തന്നെ വളരെ ചെറിയ പ്രായത്തിൽ, ഒരു 17-18 വയസ്സ് പ്രായത്തിൽ തന്നെ ആൻറ്റി ഡിപ്രസൻ്റ് കഴിക്കേണ്ടി വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അന്ന് ഈ ഡിപ്രഷനൊന്നും എന്താണെന്നോ, അല്ലെങ്കിൽ അത് എങ്ങനെയാണെന്നൊന്നും മനസ്സിലാക്കിയിട്ടല്ല. പക്ഷേ ഒരു ഡോക്ടർ പറഞ്ഞു തന്നാൽ പോലും മനസ്സിലാകാവുന്ന തരത്തിലുള്ളൊരു കുടുംബാന്തരീക്ഷം ഇല്ല. രക്ഷിതാക്കൾക്ക് പോലും അതൊരു പക്ഷേ അങ്ങനെ മനസ്സിലാവുന്നു. ഇപ്പോൾ നമ്മളിതൊക്കെ വളരെ കോമണായി യൂസ് ചെയ്യുന്ന, അറ്റ്ലീസ്റ്റ് നമുക്ക് ആ ടെർമിനോളജി എങ്കിലും അറിയാം, ഡിപ്രഷൻ എന്താണെന്നും, അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ഈ തരത്തിലുള്ള ഇമോഷണൽ ഡാമേജസിനെ കുറിച്ചൊക്കെ നമുക്ക് കുറച്ച് കൂടുതൽ അറിയാം. അപ്പോൾ ആ ഘട്ടങ്ങളൊക്കെ കടന്നു പോയ ഒരാളെന്ന നിലയിൽ തീർച്ചയായിട്ടും മനസ്സിൻ്റെ ഒരു വളരെ ആരോഗ്യമുള്ളൊരു ലൈഫിന് സന്തോഷം, ഹാപ്പിനെസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ആ ഹാപ്പിനെസ്സിൽ ചില ഘട്ടങ്ങളിൽ എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും ഒരു പോസ് ടൈം, നമ്മളൊന്ന് നിന്ന് പോകുന്നൊരു സമയം. ആ സമയത്താണ് നമുക്ക് കൂടുതലൊരു പക്ഷേ ഇങ്ങനെ കേൾക്കാൻ ഒരാൾ വേണമെന്ന് തോന്നാറുള്ളത്. അത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പൊതുവിൽ അത് അവരവരുടെ വീടുകൾക്കുള്ളിൽ തന്നെ അങ്ങനെ ഒരു സ്പേസ് ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും മനോഹരം. പക്ഷേ എന്നാൽ അവിടെയും നിൽക്കാതെ ഒരുപാട് പേരങ്ങനെ, എനിക്ക് തന്നെ 1-2 പേര് വളരെ യാദൃച്ഛികമായി ഞാൻ എൻ്റെ പ്രൊഫഷൻ്റെ ഭാഗമായി കേൾക്കാനിട വന്നപ്പോൾ എനിക്ക് ഒരുപാട് മനസ്സിലായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു 18 വയസ്സിന് ശേഷമുള്ള കുട്ടികളെയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. കോളേജിലേക്ക് വരുന്ന ഒരു 18 to ഒരു 23 വയസ്സ് വരെയാണ് അവരെ ഞങ്ങളുടെ മുന്നിൽ കിട്ടുന്നത്. അങ്ങനെ വരുന്ന കുട്ടികളിലുണ്ട്. അതേപോലെ തന്നെ അവരുടെ രക്ഷിതാക്കളെ കേൾക്കുമ്പോൾ അവർക്കും ഇത് ആവശ്യമുണ്ട്.
അവരെ കേൾക്കാൻ ഒരു ആവശ്യമുണ്ട് എന്നുള്ള തിരിച്ചറിവിലാണ് ഇത് കുറച്ചുകൂടി ബലപ്പെട്ടത്. ഇങ്ങനെ ഒരു ഇടം നമ്മൾ ഉണ്ടാവണം. ഈ മാനസികമായിട്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വരുമ്പോൾ പണ്ടൊക്കെ പറയാറുണ്ടല്ലോ, നമുക്കിങ്ങനെ ഈ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും എനിക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നമുണ്ടല്ലോ, എനിക്ക് എന്താ വട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കാത്ത ഒരു സാധാരണ മനുഷ്യനോട് നമുക്ക് തുറന്ന് സംസാരിക്കാം, നമുക്ക് എല്ലാവരോടും തുറന്ന് സംസാരിക്കാൻ പറ്റും. നമ്മൾ പലരോടും പറയും ഐ എം എ ഗുഡ് ലിസണർ എന്ന് പറയുമെങ്കിലും നമ്മൾ നേരത്തെയൊക്കെ അതിന് എന്തെങ്കിലുമൊക്കെ രീതിയിൽ കണ്ടിട്ട് അവരോട് തിരിച്ച് അഭിപ്രായമൊക്കെ പറയും. പക്ഷെ കേട്ടിരിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരിക്കലും അതിന് ചിലപ്പോൾ സൊല്യൂഷൻ കൊടുക്കാൻ പറ്റില്ലായിരിക്കും, പക്ഷെ കേട്ടിരിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണല്ലേ? അല്ല, അത് ഞാൻ തുടക്കത്തിൽ പറയുന്നുണ്ട്. ഞാനത് എപ്പോഴും ആവർത്തിച്ച് പറയുന്ന ആളാണ്. ഞാനൊരു ഒരു സൊല്യൂഷൻ മേക്കർ അല്ല യഥാർത്ഥത്തിൽ. കാരണം അതിനുള്ള യോഗ്യതകൾ ഇപ്പോൾ ഈ പറയുന്ന പോലെ ഇപ്പോൾ ഒരു സൈക്കോളജിസ്റ്റിന് ചെയ്യുന്ന പോലെ നമുക്ക് അവരെ മാനസികമായി സാന്ത്വനിപ്പിക്കാനോ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ ആ രീതിയിൽ അഡ്രസ്സ് ചെയ്യാനോ പറ്റുന്ന ഒരു കാപ്പബിലിറ്റി ഉള്ള ആളല്ല ഞാൻ. രണ്ട്, ഈ പറയുന്ന എല്ലാത്തിനും സൊല്യൂഷൻ നൽകുന്ന ഒരാളെ അല്ല പലപ്പോഴും ആർക്കും ആവശ്യം. സൊല്യൂഷൻ അവരിൽ തന്നെ ഉണ്ടാവും. അവരുടെ പ്രശ്നം അവരെ ഈ പറഞ്ഞില്ലേ, നമ്മൾ മുൻവിധി ഇല്ലാത്തൊരു കേൾവി എന്ന് പറയുന്നത് ഭയങ്കര പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾ വളരെ ഉദാഹരണത്തിന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പലതരം റിലേഷൻഷിപ്പുകളിലൂടെ കടന്നു പോകുന്ന മനുഷ്യരുണ്ട്. പലതരത്തിലുള്ള റിലേഷൻഷിപ്പ് നമ്മുടെ ലൈഫിൽ പല ഘട്ടത്തിൽ കടന്നു വരും. ഇപ്പോൾ എൻ്റെ അടുത്ത് വളരെ അടുപ്പം നിന്ന് സംസാരിച്ച പലരും എന്നോട് പറഞ്ഞാൽ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് നമുക്കൊരാളോട് സംസാരിക്കണമെങ്കിൽ ഈ കേൾക്കുന്ന ആളിനൊരു മുൻധാരണയുണ്ട്, ഇതിങ്ങനെയാണ്, മനസ്സിലായില്ലേ? അപ്പൊ അത് ഒരു ചെറിയ ടാഗ് ലൈൻ ഇട്ട് ഈ പറഞ്ഞു തുടങ്ങിയപ്പോഴേ എനിക്ക് അറിയായിരുന്നു എന്നുള്ള ആ ഒരു ലൈനിലായിരിക്കും മനുഷ്യരെ തോന്നി. അതെ, എനിക്ക് അപ്പോഴേ തോന്നി എന്നൊക്കെ പറയുന്ന പോലെ പറയും. അതല്ല ശരിക്കും അവർ ആഗ്രഹിക്കുന്ന, അപ്പോഴതല്ല അവർ എന്തുകൊണ്ട് അവരിന്ന് ആ സ്റ്റേറ്റിൽ നിൽക്കുന്നു എന്നുള്ളതിന് ഒരുപാട് കാരണങ്ങളുണ്ടാവും. ഓരോ മനുഷ്യനും ഓരോ മാനസികാവസ്ഥയിൽ വന്ന് നിൽക്കുന്നതിന് അതിനെ ത്വരിതപ്പെടുത്തി ഒരുപാട് ഘടകങ്ങളുണ്ടാവും. അപ്പോൾ അത് അവർ പറയുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. അല്ലാതെ നമ്മൾ തന്നെ മുന്നേ കൂട്ടി എന്നിട്ട് അവരെ പറയാൻ സമ്മതിക്കാണ്ട് പലപ്പോഴും എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാനിതുപോലെ സംസാരിക്കണമെന്ന് ആഗ്രഹിച്ച ആൾ, ഞാൻ ഒരു സെൻറ്റൻസ് കഴിഞ്ഞപ്പോഴേക്കും ഒരു ലോഡ് സൊല്യൂഷൻസ് ആയിരുന്നു എനിക്ക് ഇങ്ങോട്ട്. എനിക്കത് ആവശ്യമില്ല. അത് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുന്നല്ല. ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കേൾവി അങ്ങനെയല്ല. എന്നെ പൂർണ്ണമായും കേൾക്കുക, കേട്ടതിന് ശേഷം ഞാൻ കേൾക്കുന്ന ഒരു മനുഷ്യരെയും ഞാൻ അധികമായി ഇൻ്ററപ്റ്റ് ചെയ്യാറില്ല. ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ അതിലെന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം മാത്രമേ ഞാൻ ചോദിക്കാറുള്ളൂ. പക്ഷേ എൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അല്ലെങ്കിൽ എൻ്റെ ഒരു കാപ്പബിലിറ്റിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് അവർക്ക് ഏതെങ്കിലും ഒരു വഴി കാണിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാറുണ്ട്. ഇപ്പം ചിലർക്ക് ഇപ്പോൾ നേരത്തെ ചോദിച്ചില്ലേ ഭ്രാന്താണോ എന്നൊക്കെ തോന്നുന്നത്. എൻ്റെ വളരെ പേഴ്സണലായ അനുഭവത്തിൽ ഇത് വളരെ രഹസ്യമായി ആണ് ആൻറ്റി ഡിപ്രസൻ്റ് അല്ലെങ്കിൽ ഒരു ഡിപ്രഷനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതെന്നും മരുന്ന് കഴിക്കേണ്ടതെന്നുമായിരുന്നു ഞാൻ ശീലിച്ചിരുന്നത്. വളരെ രഹസ്യമായി ചെയ്യേണ്ട ഒന്നാണ്. കാരണം അതായിരുന്നു ചുറ്റിനും ഉള്ളവരുടെ കാഴ്ചപ്പാട് അതാണ്. അപ്പോൾ അങ്ങനെയല്ല, നമുക്കൊരു പെൺകുട്ടിയാവുമ്പോൾ നമ്മുടെ ചുറ്റുപാടിലും മറ്റേ വിവാഹം കഴിക്കുമ്പോൾ ഗുളി കഴിക്കുന്ന കുട്ടിയാണെന്ന് പറഞ്ഞാൽ പിന്നെ വിവാഹം മുടങ്ങും. തീർച്ചയായിട്ടും. പക്ഷെ നമുക്കൊരു മുറിവുണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യും? ശരീരത്തിൽ നമ്മളൊന്ന് വീണ് മുറിഞ്ഞു പോയാൽ നമ്മൾ എന്ത് ചെയ്യും? ആ മുറിവ് ഉണക്കാനല്ലേ നോക്കുക. സ്വാഭാവികമായിട്ടും നമ്മൾ തുടച്ച് വൃത്തിയാക്കി അതിലാവശ്യമുള്ള മരുന്ന് വയ്ക്കും. നമുക്കറിയാമെങ്കിൽ അത് ചെയ്യും. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഉറപ്പായും നമ്മൾ ഹോസ്പിറ്റലിൽ പോകും. അത് മുറിവിൻ്റെ ആഴം അനുസരിച്ച് നമ്മൾ ചികിത്സിക്കും. അതേ ഇൻറ്റൻസിറ്റിയിൽ മനുഷ്യർക്ക് ആവശ്യമുള്ള ഒന്നാണ് മാനസികാരോഗ്യം. മനസ്സിനും മുറിവേൽക്കാം, നമ്മുടെ ചിന്തകൾക്ക്, നമ്മുടെ മാനസികാവസ്ഥയ്ക്ക് മുറിവേൽക്കാം. അതിൽ യഥാർത്ഥത്തിൽ ചികിത്സ എടുക്കുന്നതിനൊന്നും യാതൊരു മടിയും കാണേണ്ട കാര്യമില്ല. ഒരുപാട് മനുഷ്യരോട് സംസാരിക്കുമ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് പലർക്കും ഒരു കാര്യം ഒരു മടിയാണ്. പിന്നെ രണ്ടെന്ന് പറയുന്നത് ഞാനിനി ചെല്ലുമ്പോൾ കഴിക്കുന്ന മരുന്ന് ഇനി ഞാൻ മരണം വരെ കഴിക്കേണ്ടി വരുമോ, ഈ മരുന്നുകൾക്കൊക്കെ മാത്രം വലിയ സൈഡ് എഫക്റ്റ് എന്തോ ഉണ്ടോ, അങ്ങനെയൊക്കെയുള്ള പല ചിന്തകളുള്ള മനുഷ്യരുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ കഴിക്കുന്ന ഒരുവിധ മരുന്നുകൾക്കെല്ലാം ഏതെങ്കിലും തരത്തിലൊരു സൈഡ് എഫക്റ്റ് ഉണ്ട്. അതുപോലെ എന്തെങ്കിലും ഉണ്ട് എന്നതിനപ്പുറത്തേക്ക് എൻ്റെ ജീവിതത്തിൽ ഈ മെഡിക്കേഷൻ എടുത്ത പീരീഡ് കൊണ്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഈ പറയുന്ന പോലെ ഇതേ ഒരു വളരെ ചെറിയ പ്രായത്തിൽ കഴിച്ചതിന് ശേഷം ഞാൻ എൻ്റെ 30കളിലും കഴിച്ചിരുന്നു. ഒരു 29 ഏജിൽ ഈ ഒരു രോഗത്തിന് ശേഷം വന്നൊരു പീരീഡിൽ എനിക്ക് ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു. എനിക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത മാനസിക പ്രയാസങ്ങളുണ്ടായിരുന്നു, ഉറക്കമില്ലായ്മ. തീർച്ചയായിട്ടും ഡോക്ടറെ കാണണം. അപ്പം അങ്ങനെയൊക്കെ സംശയിച്ച് നിൽക്കുന്ന ചില ആളുകളൊക്കെ നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കാറുണ്ട്. അങ്ങനെ സംസാരിക്കുമ്പോൾ കൃത്യമായി പറയും, നിങ്ങൾ ഉറപ്പായി അങ്ങനെ കാണണം. അത് ആരെന്ന് ഒന്നും സജസ്റ്റ് ചെയ്യലില്ല. നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയ ഒരാളെ നിങ്ങളത് കൃത്യമായി കാണണമെന്ന് തന്നെ പറയാറുണ്ട്.
എനിക്ക് ഭയങ്കര കൗതുകമായിട്ട് തോന്നിയത്, അല്ലെങ്കിൽ പ്രേക്ഷകരോട് പറയാനുള്ള, പലർക്കും അറിയാം എങ്കിലും ഒന്നുകൂടി ഞാൻ പറയുകയാണ് അറിയാത്തവർക്കായിട്ട്. ശ്രീ എ റഹീം MP-യുടെ ഭാര്യയാണ് നമുക്ക് മുന്നിലിരിക്കുന്ന നിയമ അധ്യാപികയും ഡോക്ടറേറ്റ് ഒക്കെ എടുത്ത അമൃത സതീശ് എന്ന് പറയുന്നത്. പക്ഷെ എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ പഠിപ്പിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് ഉള്ള മറുപടിയാണ് എനിക്ക് കൗതുകം തോന്നിയത്. അത് ശരിക്കും ഒരു സാമൂഹ്യ പ്രവർത്തനം തന്നെയാണെന്ന് പറയാം. കാരണം തിരികെ വന്ന് ഇപ്പോൾ ഡൽഹിയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരികെ വന്ന് എനിക്ക് ഇങ്ങനെ ഒരു ഇടം ഉണ്ടാക്കണമെങ്കിൽ അതിനുള്ള ക്യാപിറ്റൽ വേണമല്ലോ, അതിനുവേണ്ടിയാണ് ഞാൻ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി, പ്രൗഡായിട്ട് തോന്നിയ ഒരു കാര്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറയൂ, എത്രത്തോളം പിന്തുണയുണ്ട് ശ്രീ എ റഹീമിൻ്റെ ഭാഗത്തു നിന്നൊക്കെ? അല്ല, അത് വലിയ വലിയ പിന്തുണയാണ്. കാരണം എനിക്ക് തോന്നി ഞാൻ നല്ലൊരു കേൾവിക്കാരിയാണെന്ന് ആദ്യം തിരിച്ചറിഞ്ഞതിൽ ഒരാൾ തീർച്ചയായും എൻ്റെ പാർട്ട്ണറായിരിക്കും. കാരണം അതൊരു എനിക്ക് തന്നെ സ്വയം തോന്നിയിട്ടുണ്ട്. അത് നമ്മൾ ഒരു കഴിവാണ്. നമ്മൾക്കതങ്ങനെ കേൾക്കാൻ, ഒരാളെ സമയമെടുത്ത് കേൾക്കാൻ പറ്റുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യം, അങ്ങനെ വേണ്ട ഒരു കാര്യമാണെന്ന് എനിക്കറിയാമല്ലോ. അതുകൊണ്ട് കേൾക്കാൻ ഇഷ്ടമാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഒരു ഐഡിയ ഇത് മാത്രമായിരുന്നില്ല. ഇതിനെ അസോസിയേറ്റ് ചെയ്തൊരു വലിയൊരു സർവീസ് പ്രൊവൈഡർ, ഒരു സർവീസ് കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്തുള്ളൊരു കാര്യമായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ അതിനുവേണ്ടി എൻ്റെ ഒരു PhD നടക്കുന്നതിൻ്റെ സമയത്ത് തന്നെ ഞാൻ അതിൻ്റെ ഒരു പാരലലി ഇത്തരം കാര്യങ്ങൾ ആലോചിക്കുകയും ഇതിനൊരു ബിസിനസ് ആംഗിളിലേക്ക് പോലും മാറ്റാവുന്ന നിലയിൽ വേറെ കുറേ കാര്യങ്ങൾ കൂടി ഇതിൽ ചേർത്തുകൊണ്ടൊക്കെയുള്ള കാര്യങ്ങൾ ആലോചിച്ചിരുന്നു ഞാൻ. പക്ഷേ എനിക്ക് അതിന് പറ്റിയ, ഇപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കണമല്ലോ. കുട്ടികളോ മുതിർന്നവരോ സ്ത്രീ ഒരു വ്യത്യാസമില്ല, ആർക്കും വരാം സംസാരിക്കാം എന്നുള്ളൊരു ഇടത്തിനോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികൾക്ക് അത്യാവശ്യം വേണ്ടുന്ന കുറേ കാര്യങ്ങൾ, അവരോട് ഇപ്പോൾ ഗാഡ്ജറ്റ് ഫ്രീ ആയി അവരെ വെക്കാൻ പറ്റുന്ന കുറേ സമയം കൊടുക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഒക്കെ ഞാൻ ഇതിനോടൊപ്പം ചേർത്ത് ഡിസൈൻ ചെയ്തിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ഞാൻ പലപ്പോഴും അതിനുള്ള സ്പേസ് ഒക്കെ തപ്പിപ്പോകുമ്പോൾ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിൽ ആവശ്യമുണ്ട്. അപ്പോൾ അത് എനിക്ക് ആ സമയത്ത് അങ്ങനെയൊന്നും എന്നെക്കൊണ്ട് എന്തായാലും ഇപ്പോൾ അത് സാധിക്കില്ല. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും ഞാൻ വിചാരിച്ചു തിരിച്ച് ജോലിയിലേക്ക് തന്നെ പോകാം. അപ്പോൾ ജോലി ചെയ്യുന്നത് പൂർണ്ണമായി ഇതിലെന്നുള്ളതല്ല, ജോലി ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗം ഞാൻ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കൂടി കണ്ടെത്തണം എന്നുള്ളതാണ് ആഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, വലിയ സ്വപ്നമാണല്ലോ ഇങ്ങനെ ഒരു ഇടം എന്നുള്ളത്. അപ്പോൾ അത് പൂർത്തിയായി കഴിഞ്ഞാൽ പൂർണ്ണമായും അതിലേക്ക് എത്തുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. പൂർണ്ണമായിട്ടും എത്തും. അത് തന്നെയായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. ഞാൻ അങ്ങനെ പൂർണ്ണമായി വരണമെന്ന്. ശരിക്കും ഇതൊരു ലോങ് ഡ്രീം ഒന്നും ആയിരുന്നില്ല കേട്ടോ. ഈ കേൾക്കുക എന്നുള്ള കേൾക്കാൻ പറ്റും, ഒരുപാട് മനുഷ്യരെ കേൾക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിനിങ്ങനൊരു സ്പേസ് ഒക്കെ വേണമെന്ന് ഞാൻ ഡ്രീം ചെയ്യാൻ തുടങ്ങിയിട്ടൊരു 2-2.5 വർഷമേ ആയിട്ടുള്ളൂ. അതിനു വേണ്ടി ഞാൻ ഇങ്ങനെ ഇറങ്ങി തപ്പി നടക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഞാൻ തിരികെ വന്നെന്നല്ല, അങ്ങനെ ഒരു പോക്കല്ല. ഉറപ്പായിട്ടും ഈ സ്പേസ് ഇപ്പോഴും ഉണ്ട്. ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ ഡൽഹിയിലായതുകൊണ്ട് കുറേ ആളുകളൊക്കെ വിളിക്കുമ്പോൾ എനിക്ക് നേരിട്ട്, പൊതുവിൽ ഞാൻ ഫോണിൽ സംസാരിക്കാൻ അങ്ങനെ പ്രോത്സാഹിപ്പിക്കാറില്ല. ഒരു മനുഷ്യനെ നേരിട്ട് കേൾക്കുന്നത് തന്നെയാണല്ലോ നല്ലത്. അപ്പോൾ വരുന്ന സമയങ്ങളിൽ കേൾക്കാറുണ്ട്. പിന്നെ ഒട്ടും പറ്റാതെ വരുന്ന ചിലർക്കൊരു 10 മിനിറ്റ് മതിയാവും ഒന്ന്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മണിക്കൂർ വേണ്ടുന്ന ആളുകളുണ്ടാവും. അപ്പോൾ ഫോണിലും ഇപ്പം അങ്ങനെ ഒരു സർവീസ് ഉണ്ട്. പക്ഷേ തിരിച്ചു വന്ന് നമുക്ക് ആഗ്രഹിക്കുന്ന പോലൊക്കെ തുടങ്ങാൻ പറ്റണം. ഉറപ്പായിട്ടും പറ്റട്ടെ ഡോക്ടർ അമൃത, ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കാരണം ഭയങ്കര തിരക്കായിരിക്കും വന്നു കഴിയുമ്പോൾ. ഇത്രത്തോളം ആളുകൾ ഇവിടെ ബുദ്ധിമുട്ടിലുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അതുകൊണ്ട് താങ്കളുടെ മേഖല താങ്കൾ തിരഞ്ഞെടുക്കുമ്പോൾ പൂർണ്ണമായിട്ടും അതിൽ തിരക്കിലായിരിക്കും എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്താൽ കൊള്ളാം. അപ്പോൾ മക്കളോടൊക്കെ അന്വേഷണം പറയുക. താങ്ക് യു സോ മച്ച് ഞങ്ങൾക്ക് അതിഥിയായി എത്തിയതിന്. നമുക്ക് ആ ഇടം പൂർണ്ണമായി നടപ്പാക്കിയ ശേഷം ഒന്നുകൂടി ഇരിക്കണം. ഉറപ്പായിട്ടും. താങ്ക് യു ഞങ്ങൾക്ക് അതിഥിയായി എത്തിയത്. ഇനി നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചില അറിവുകളിലേക്ക് നമ്മൾ പോവുകയാണ്. അറിയാം. സ്ത്രീകളെ അലട്ടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് PCOD. എന്താണ് PCOD? എന്തുകൊണ്ടാണ് PCOD വരുന്നത്? വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം? വന്നാൽ ആയുർവേദത്തിൽ പരിഹാര മാർഗങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഇതേക്കുറിച്ചൊക്കെ അറിയാം. ഡോക്ടർ KS വിമൽകുമാർ ചേരുന്നു. വൈദ്യരത്നം ഔഷധശാലയിലെ സീനിയർ ഫിസിഷ്യനാണ് ഡോക്ടർ വിമൽകുമാർ. ഡോക്ടറുടെ വാക്കുകൾ കേൾക്കാം. PCOD അല്ലെങ്കിൽ PCOS എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. നമുക്കറിയാം PCOD എന്ന് പറയുമ്പോൾ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസോർഡർ അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം എന്നറിയപ്പെടുന്ന രോഗാവസ്ഥ ഇന്ന് വളരെ വ്യാപകമായിട്ട് ലോകമൊട്ടാകെ കാണുന്നു. അതിൽ തന്നെ ഇന്ത്യയിൽ 10 സ്ത്രീകളിൽ ഒരാൾക്ക് പോലും PCOD അല്ലെങ്കിൽ PCOS ഉണ്ട് എന്ന പഠനങ്ങൾ കാണുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അല്ലെങ്കിൽ PCOD എന്ന രോഗാവസ്ഥയ്ക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന കാരണങ്ങളിൽ ഒന്ന് സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനം തന്നെയാണ്. അതോടൊപ്പം തന്നെ മാറിയ ജീവിത രീതി,
മാറിയ ആഹാര രീതി, ഇതൊക്കെ തന്നെ വലിയൊരു അളവോളം ഇതിന് കാരണമാകുന്നുണ്ട്. ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ പറയാറുള്ളത് ആഹാരം കുറേയധികം കഴിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറുകയും അതോടൊപ്പം തന്നെ ആക്ടിവിറ്റീസ് വളരെ കുറയുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിച്ചു പോകുന്നത്. പലപ്പോഴും നമുക്കറിയാം, ആവശ്യത്തിലധികം ആഹാരം കഴിക്കുക, അസമയത്ത് ആഹാരം കഴിക്കുക, ഒരു ഭക്ഷണം ദഹിക്കാൻ സമയം കൊടുക്കാതെ അടുത്ത ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുക, ഇത്തരത്തിലൊരു ഫുഡ് പ്രാക്ടീസ് നമുക്ക് വന്നു കഴിഞ്ഞു. അതിനനുസരിച്ച് ഒരു വ്യായാമ രീതി നമുക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. എത്രത്തോളം നമുക്ക് ആയാസമുണ്ട് അതിനനുസരിച്ച് വേണം നമ്മളൊരു ആഹാരം കഴിക്കുമ്പം അല്ലെങ്കിൽ ക്വാണ്ടിറ്റി തീരുമാനിക്കാനും. അതേസമയം ആവശ്യത്തിലധികം ആഹാരം കഴിക്കുകയും അത്ര തന്നെ ആയാസമില്ലാത്തൊരവസ്ഥയാണ് പലപ്പോഴും ഇന്ന് കാണുന്നത്. ഇത് കൂടാതെ നേരത്തെ പറഞ്ഞ ഹോർമോൺ ഇഷ്യൂ അല്ലെങ്കിൽ ഇത്തരം ലൈഫ് സ്റ്റൈൽ ഫുഡ് ഹാബിറ്റ്സ് ഇഷ്യൂ കൂടാതെ ഇൻസുലിൻ റെസിസ്റ്റൻസും ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് ഇന്ന് PCOD കാണുന്നുണ്ട്. അല്ലെങ്കിൽ ദേഹത്ത് വേണ്ട പോലെ ഇൻസുലിൻ ഹോർമോണിന്റെ പ്രവർത്തനശേഷി കുറയുന്നതും പ്രധാനപ്പെട്ട കാരണമായിട്ട് നമ്മളിന്ന് PCOD കാണാറുണ്ട്. ഇതൊക്കെയാണ് ഏറ്റവും കോമൺ കാരണങ്ങൾ. ഇതിന്റെ ലക്ഷണങ്ങൾ പലതരത്തിലായിരിക്കും പല ആളുകളിലും അല്ലെങ്കിൽ പല കുട്ടികളിലും അല്ലെങ്കിൽ പല സ്ത്രീകളിലും കാണാറുള്ളത്. പൊതുവെ കാണുന്ന ഒരു ഏറ്റവും കോമൺ ആയിട്ടുള്ള ലക്ഷണം ഇറഗുലർ ആയിട്ടുള്ള പീരീഡ്സ് ആണ് എന്നുള്ളത് തന്നെയാണ്. അതായത് ഒന്നുകിൽ ഡേറ്റിന് നേരത്തെ പീരീഡ്സ് വരിക, അല്ലെങ്കിൽ വളരെ വൈകി വരിക. ഇത്തരത്തിൽ ഒരു ക്രമം തെറ്റിയ ആർത്തവം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം PCOD-യിൽ. അതോടൊപ്പം മറ്റ് നേരിട്ട് നമുക്ക് കാണാവുന്ന മാറ്റങ്ങളിലൊന്ന് അനാവശ്യമായിട്ട് അല്ലെങ്കിൽ ആവശ്യത്തിലധികം ആയിട്ടുള്ള ഹെയർ ഗ്രോത്ത്, പ്രത്യേകിച്ചും താടി അല്ലെങ്കിൽ ചെസ്റ്റ്, വയറിന്റെ മുകളിൽ അല്ലെങ്കിൽ മുഖത്തിന്റെ സൈഡ് ഭാഗങ്ങളിലൊക്കെ തന്നെ ഇത്തരം ഭാഗങ്ങളിൽ എക്സസ് ആയിട്ടുള്ള ഹെയർ ഗ്രോത്ത് ഒരു കോമൺ സിംറ്റം ആണ്, അല്ലെങ്കിൽ ഒരു പൊതുവായി കാണുന്ന ലക്ഷണമാണ് ഇൻ PCOD. മറ്റൊന്ന് കഴുത്തിന് പിൻഭാഗത്തൊക്കെയുള്ള ഒരു നിറവ്യത്യാസം അല്ലെങ്കിൽ ഒരു ഡിസ്കളറേഷൻ, അത്തരം ഒരു ചേഞ്ചസ് ഈ കളറിൽ കഴുത്തിന്റെ ബാക്കിലും നമ്മൾ ഈ PCOD-യിൽ കാണാറുണ്ട്. ഇതോടൊപ്പം വേദനയോട് കൂടിയ ആർത്തവം, പീരീഡ്സിന് മുമ്പോ പീരീഡ്സിനോട് ചേർന്നോ പെയിൻഫുൾ ആയിട്ടുള്ള മെൻസ്ട്രുവേഷൻ ഒരു കോമൺ സിംറ്റം ആണ് ഈ PCOD-യിൽ. ഇതോടൊക്കെ ചേർത്ത് വെക്കാവുന്ന അല്ലെങ്കിൽ വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഇഷ്യൂ, PCOD അല്ലെങ്കിൽ PCOS ഉള്ള ആളുകളിൽ പലപ്പോഴും ഓവുലേഷൻ അല്ലെങ്കിൽ അണ്ടോത്പാദനം പ്രോപ്പറായിട്ട് നടന്നു കാണാറില്ല. അതുകൊണ്ട് തന്നെ അത് പലപ്പോഴും ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ വന്ധ്യതയിലേക്ക് വരെ കാരണമായിട്ട് കാണാറുണ്ട്. സോ PCOD PCOS-ന്റെ ലക്ഷണം ശാരീരികമായിട്ട് കാണുന്ന ഇത്തരം മാറ്റങ്ങൾ മാത്രമല്ല, അല്ലാതെ അത് വന്ധ്യത പോലെയുള്ള അവസ്ഥയിലേക്ക് വരെ എത്താൻ കാരണമാവുന്നുണ്ട്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് നമ്മൾ അമിതമായിട്ടുള്ള ഭാരം അല്ലെങ്കിൽ തീരെ മെലിഞ്ഞിരിക്കുക. ഇത്തരത്തിൽ ഒരു അമിത ഭാരം അല്ലെങ്കിൽ തീരെ ശോഷിച്ച് മെലിഞ്ഞ അവസ്ഥ, ഇത്തരം ചേഞ്ചസും നമ്മൾ പേഷ്യൻസിൽ പലപ്പോഴും കാണാറുണ്ട്. ഈവൻ ഇനി PCOD ഉണ്ട് അല്ലെങ്കിൽ PCOS ഉള്ള അവസ്ഥയിൽ ഗർഭം ധരിച്ചു എന്ന് വെച്ചാൽ ചിലപ്പോഴും അല്ലെങ്കിൽ പലപ്പോഴും ഗർഭസ്രാവം ഉണ്ടായി കാണാറുണ്ട്. സോ ഇൻഫെർട്ടിലിറ്റി വരെ എത്താകുന്ന ഒരു രോഗാവസ്ഥയാണ് ഈ PCOD അല്ലെങ്കിൽ PCOS എന്ന് പറയുന്നത്. ഇതോടൊപ്പം മറ്റൊരു കോമൺ സിംറ്റം കൂടി ചേർക്കാനുള്ളത് പിമ്പിൾസ് പോലെയുള്ള മുഖത്തുണ്ടാകുന്ന കുരുക്കളൊക്കെ വല്ലാതെ കൂടുതലായിട്ടും ഈ PCOD അല്ലെങ്കിൽ PCOS-ൽ കാണാറുണ്ട്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ഈ PCOD-യിൽ നമ്മൾ കാണുന്നത്. ചികിത്സ, ഓഫ് കോഴ്സ് ഇതിന്റെ കാരണം പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടാകും എന്താണ് ഇതിന്റെ ചികിത്സ എന്നുള്ളത്. നല്ല ജീവിതശൈലി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സെഡൻഡറി ലൈഫ് സ്റ്റൈലിൽ നിന്ന് മാറിയിട്ട് നല്ല ഒരു ജീവിത രീതി ഉണ്ടാക്കിയെടുക്കുക, നല്ല ആഹാര രീതി ഉണ്ടാക്കിയെടുക്കുക, സമയാസമയം ആഹാരം കഴിക്കുക, ക്വാണ്ടിറ്റി എപ്പോഴും അളവ്, വിശപ്പിന് അനുസരിച്ചുള്ള ആഹാരം ക്വാണ്ടിറ്റി ചൂസ് ചെയ്യുക, അമിതമായിട്ടുള്ള മാംസം, എണ്ണക്കടികളൊക്കെ നമ്മൾ പറയുന്ന എണ്ണപ്പലഹാരങ്ങൾ, അത്തരം ഭക്ഷണം പരമാവധി ഒഴിവാക്കുക. ഇതിൽ ആക്ച്വലി തടി കൂടാൻ സാധ്യത ഉള്ളത് കൊണ്ടും വിശപ്പൊക്കെ കുറച്ച് കൂടുതൽ ഉണ്ടാകാൻ സാധ്യത ഉള്ളത് കൊണ്ടും ഹോർമോൺ ഇംബാലൻസ്ഡ് ആയതുകൊണ്ടൊക്കെ തന്നെ ഈ പറഞ്ഞ ബോഡി വെയിറ്റ് കൂടാൻ കാരണമാവുന്നുണ്ട്. അപ്പൊ അത്തരം ആളുകളിൽ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പ്രോട്ടീന്റെ അംശം കൂടുതലുള്ള ആഹാരം കൂടുതൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കാർബോഹൈഡ്രേറ്റ്സ് കുറവുള്ള മധുരം പരമാവധി ഒഴിവാക്കിക്കൊണ്ടുള്ള അത്തരമൊരു ഡയറ്റിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അപ്പൊ അവിടെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ആഹാര പദാർത്ഥങ്ങൾ ഓട്സ് ഓഫ് കോഴ്സ് ചൂസ് ചെയ്യാവുന്നതാണ്, റാഗി പോലെയുള്ളത് ചൂസ് ചെയ്യാവുന്നതാണ്, ഗോതമ്പ് ആസ് എ ഹോൾ ഒഴിവാക്കിയിട്ട് അരി ഭക്ഷണം മാക്സിമം കുറച്ചിട്ട് നുറുക്ക് ഗോതമ്പ് പോലെയുള്ളതൊക്കെ നമുക്ക് നല്ല ഓപ്ഷൻസ് ആണ്. ഇത്തരത്തിലുള്ള ഒരു ആഹാര രീതി മാറ്റം വരുത്താനുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം നമ്മുടെ ശരീരത്തിന് താങ്ങാവുന്ന തരത്തിലുള്ള വ്യായാമം എത്രയും വേഗം സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. മിനിമം ആയിട്ടുള്ള എക്സസൈസുകൾ ആണെങ്കിൽ പോലും വർക്കൗട്ടുകളാണെങ്കിൽ പോലും അത്തരം ഒരു ലൈറ്റ് ആയിട്ടുള്ള എക്സസൈസ് നമുക്ക് ഡെയിലി ഉണ്ടാക്കിയെടുക്കുക. ഫൈറ്റോ ഈസ്ട്രൻസ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ചേന പോലെയുള്ളത്, സോയാബീൻ പോലെയുള്ളത്, അതോടൊപ്പം ഇലക്കറികളൊക്കെ ധാരാളം ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് കുറേയധികം മാറ്റം ഇത്തരം കണ്ടീഷനിൽ കൊണ്ടുവരാറുണ്ട്. ഇതോടൊപ്പം ചികിത്സ, ആയുർവേദ ചികിത്സയിൽ
ആയുർവേദ രീതിയിൽ ഒട്ടനവധി ചികിത്സ ഇത്തരം കണ്ടീഷനിൽ പറയുന്നുണ്ട്. ശോധന ശമന ചികിത്സകളൊക്കെ തന്നെ വളരെ എഫക്റ്റീവ് ആണ്. ശോധന ചികിത്സയിൽ പ്രധാനമായിട്ടും വസ്തി പോലുള്ള ചികിത്സകൾ, അതോടൊപ്പം തന്നെ അമിതവണ്ണമുള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ ഉദ്വർത്തനം പോലുള്ള ചികിത്സകളൊക്കെ വളരെ എഫക്റ്റീവ് ആണ്. ശമന ചികിത്സയിൽ ഒട്ടനവധി മെഡിസിൻസ് ഉള്ളിലേക്ക് ഇന്റേണലി കഴിക്കാനുള്ള ഒട്ടനവധി മെഡിസിൻസ് എഫക്റ്റീവ് ആണ്. ഉദാഹരണത്തിന് സുകുമാരൻ കഷായം, സപ്തസാരം കഷായം, ഇത്തരം അരിഷ്ടങ്ങളാണെങ്കിൽ അശോകാരിഷ്ടം, ഇത്തരത്തിലുള്ള വ്യത്യസ്ത കോമ്പിനേഷൻസ് വളരെ എഫക്റ്റീവ് ആണ് ഇത്തരം കണ്ടീഷൻസിൽ. പക്ഷേ ശ്രദ്ധിക്കേണ്ട വിഷയം, ഇത്തരം മെഡിസിൻസിലേക്ക് കടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഇത്തരം ട്രീറ്റ്മെന്റിലേക്ക് കടക്കുന്ന സമയത്തോ ഓഫ് കോഴ്സ് ഒരു ക്വാളിഫൈഡ് ഡോക്ടറിന്റെ അഡ്വൈസ് ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇത്തരം രോഗങ്ങളിലേക്ക് നമ്മൾ അല്ലെങ്കിൽ ഇത്തരം ലക്ഷണങ്ങളിലേക്ക് നമ്മൾ ഒരു രോഗത്തിലേക്ക് എത്തി എന്ന് ഉറപ്പാക്കുന്നത് ഈ ലക്ഷണങ്ങൾ കണ്ടതുകൊണ്ട് മാത്രമല്ല. നമ്മളൊരാൾക്ക് ഇതിൽ ഏതെങ്കിലും ലക്ഷണം ഉണ്ട് എന്നുള്ളതിന്റെ പേരിൽ നമ്മൾ ആ രോഗിയായി മാറണമെന്നില്ല. നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട വിഷയം, അവിടെ ഒരു ക്വാളിഫൈഡ് ഡോക്ടറെ കണ്ടുകൊണ്ട് അതിന് വേണ്ട ടെസ്റ്റുകൾ, ഫോർ എക്സാമ്പിൾ ഇൻ PCOD ഒക്കെ ആണെങ്കിൽ USG ഒക്കെ വലിയ റോൾ ഉണ്ട്. അത്തരം അൾട്രാസൗണ്ട് സ്കാനിങ്സോ മറ്റു എന്തെങ്കിലും ബ്ലഡ് ടെസ്റ്റ് വേണമെങ്കിൽ അതും കൂടെയൊക്കെ ചെയ്തിട്ടാണ് രോഗം ഡയഗ്നോസ് ചെയ്യപ്പെടുക. അതിനുശേഷം യുക്തമായിട്ടുള്ള ചികിത്സയാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. ഇതോടൊപ്പം ലക്ഷണത്തിനനുസരിച്ച് പ്രത്യേകിച്ചും എക്സസീവ് ഹെയർ ഗ്രോത്ത്, അൺനെസസറി ആയിട്ടുള്ള ഹെയർ ഗ്രോത്ത് ഒക്കെ അത്തരം കണ്ടീഷൻസിൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ടോപ്പിക്കൽ ആയിട്ടുള്ള ലേപങ്ങൾ അല്ലെങ്കിൽ മെഡിക്കേറ്റഡ് ഓയിൽസ് ഒക്കെ നമുക്ക് ആയുർവേദത്തിലുണ്ട്. സ്ഥിരമായിട്ട് ഉപയോഗിക്കാനുള്ള ഓയിൽസ് ഒക്കെ നമുക്ക് ഇത്തരം ഹെയർ ഗ്രോത്ത് ഒക്കെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഓയിൽസ് നമുക്കുണ്ട്. ഇതോടൊപ്പം പിമ്പിൾസ് പോലത്തെ ഇഷ്യൂസ് ഒക്കെ വരുമ്പം അഗെയിൻ ലേബംസ് അല്ലെങ്കിൽ അത്തരം പാക്സ് ഒക്കെ നമുക്ക് ഫേസിൽ ചെയ്യാനായിട്ടുണ്ട്. സോ ഇത്തരത്തിൽ അതോടൊപ്പം നേരത്തെ പറഞ്ഞ പോലെ വളരെ ക്ലാസിക്കൽ ആയിട്ടുള്ള മെഡിസിൻസ് ഓഫ് കോഴ്സ് ഇത്തരം കണ്ടീഷനിൽ കൊടുക്കേണ്ടതായിട്ട് വരും. സോ എന്താണോ ആവശ്യം അതിനനുസരിച്ച് രോഗകാരണവും ലക്ഷണവും എല്ലാം നോക്കിക്കൊണ്ടായിരിക്കും ഇത്തരം ചികിത്സയിലേക്ക് കടക്കുക. അതുകൊണ്ട് ഒന്നുകൂടി സൂചിപ്പിക്കട്ടെ, നമുക്ക് നമ്മളൊരാൾക്ക് ഇത്തരം കണ്ടീഷൻ ഉണ്ട്, ആ വ്യക്തി അല്ലെങ്കിൽ ആ രോഗി ഒരാളെ സമീപിച്ച് ഒരു മരുന്ന് സ്വീകരിച്ചു എന്നുള്ളതിന്റെ പേരിൽ നമ്മൾ എല്ലാവരും ആ ഒരേ മരുന്ന് വാങ്ങിച്ച് കഴിക്കുകയല്ല വേണ്ടത്. നമ്മളുടെ രോഗം ഡോക്ടറുമായി അഡ്രസ് ചെയ്ത ശേഷം കൃത്യമായ ഡയഗ്നോസിൽ എത്തിക്കൊണ്ട് വിത്ത് പ്രോപ്പർ ഡോക്ടർ അഡ്വൈസ് ആണ് ഇത്തരം ചികിത്സയിലേക്ക് നമ്മൾ കടക്കേണ്ടത്. ഇതാണ് ഇൻ ഷോർട്ട് ഒരു PCOD ചികിത്സയുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. ശരി, താങ്ക് യു ഡോക്ടർ. അപ്പോൾ എന്തായാലും PCODയെ കുറിച്ച് പ്രേക്ഷകർക്ക് വിശദമായി തന്നെ മനസ്സിലായി എന്ന് കരുതുന്നു. പുതിയ അതിഥിയും പുതിയ അറിവുകളുമായി വീണ്ടും ന്യൂസ് 3 കാണാം. നമസ്കാരം. വെഞ്ഞാറമൂട്